വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഡയറ്റീഷ്യൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്കുള്ള ഭക്ഷണക്രമത്തെക്കുറിച്ചാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്കറിയോ? കൊളസ്ട്രോൾ ഏകദേശം 200-ന് മേലെ ആണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറയാം. അത് ടോട്ടൽ കൊളസ്ട്രോൾ ആട്ടോ. വേർതിരിച്ച് ചെയ്യുന്ന 3 ടെസ്റ്റ് ഉണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും, അതായത് LDL, HDL, അങ്ങനെ കൊളസ്ട്രോളിനെ വേർതിരിച്ച് ചെയ്യുന്ന ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് റേഞ്ചിലാണ്, നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് ആണോ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയും, LDL ആണോ ഇത് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കാം. അത് കൂടുതലാണെങ്കിൽ തന്നെയും നമുക്കൊരു നിയന്ത്രണം ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷണത്തെ നിയന്ത്രിക്കേണ്ടത്? ഫാറ്റ് കുറവുള്ള ആഹാര സാധനം ഉപയോഗിക്കാനായിട്ട് നോക്കാം. എല്ലാ ഭക്ഷണ സാധനത്തിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഓയിൽ ആഡ് ചെയ്യും അല്ലേ? വെളിച്ചെണ്ണ തന്നെയാട്ടോ ബെറ്റർ. വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, പക്ഷെ എന്ത് ഓയിലാണെങ്കിലും ഒരു 3 സ്പൂണിൽ കൂടുതൽ ആവരുത്. ഇപ്പോൾ വെളിച്ചെണ്ണ ബെറ്ററാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒട്ടും പൈസ ഇല്ലാത്ത ആളുകളുടെ, അതായത് ഒരു പൂറായിട്ട് സാധാരണ ഒരു ജീവിത മാർഗത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളോട് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ഫ്ലക്ച്വേറ്റിംഗ് ആണ് അല്ലേ? എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ 350-400 വരെ വരാറുണ്ട് വെളിച്ചെണ്ണയ്ക്ക്. അത്രയും റേഞ്ചിലുള്ള ഒരു വെളിച്ചെണ്ണ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഏത് ഓയിലാണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. അത് മാത്രമാണ് ജെന്യൂനായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. പൈസ ഉള്ളവരതനുസരിച്ച് വാങ്ങി ഉപയോഗിച്ചോളൂ. വെളിച്ചെണ്ണ തന്നെയാണ് ബെറ്റർ. അല്ലാത്തവരാണെങ്കിൽ അളവ് കുറച്ചിട്ട് യൂസ് ചെയ്യാം. എന്തെണ്ണയാണെങ്കിലും കേട്ടോ. ഒരു 3 സ്പൂണിൽ കൂടുതൽ എണ്ണ പാടില്ല ഒരു ദിവസത്തെ ഫുൾ കുക്കിങ്ങിൽ. അത് പച്ചക്കറി ആവാം, മീനാവാം, എന്ത് കുക്ക് ചെയ്താലും 3 സ്പൂണിൽ കൂടുതൽ പാടില്ല. അതൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സംശയം, മുട്ട കഴിക്കാമോ എന്നുള്ളതാണ്. മുട്ട ഉണ്ണിയോടുകൂടെ കഴിക്കുക കേട്ടോ. ഉണ്ണിയിൽ ഒരുപാട് നമുക്ക് ശരീരത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും ഒരു മുട്ടയുടെ ഉണ്ണിയോടുകൂടെ, അതായത് ഒരു ഹോൾ എഗ്ഗ് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി 2 യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു മുട്ടയുടെ ഉണ്ണിയും യൂസ് ചെയ്യാം, ഒരു വെള്ളയും ഉപയോഗിക്കാം. ഓക്കെ, 2 ഹോൾ എഗ്ഗ് യൂസ് ചെയ്യരുത്. 1 ഹോളായിട്ട് എടുക്കുക, ഒരെണ്ണത്തിൻ്റെ എഗ് വൈറ്റും എടുക്കുക. ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കണം. പക്ഷെ അത് കുക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞ പോലെ എണ്ണ കുറച്ചിട്ട് കുക്ക് ചെയ്യാം. പച്ചക്കറികൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എണ്ണയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഫലവും പോകും. പച്ചക്കറികളിൽ ഫൈബറും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഫൈബർ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കും. ഫുഡിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാലഡ്സ് എടുത്ത് യൂസ് ചെയ്യാം. ഒരു മിഡ് മോർണിംഗ് ടൈമിലൊക്കെ വേണമെങ്കിൽ കുക്കുംബർ ഒക്കെ അരിഞ്ഞിട്ട് നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് റൈസ് യൂസ് ചെയ്യാം. റൈസ് യൂസ് ചെയ്യാൻ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ഫിഷ് ഉപയോഗിക്കാം. ഫിഷ് തന്നെയാണെങ്കിലും കൂടുതൽ മുളക് കറിയാണ് നല്ലത്. തേങ്ങാപ്പാൽ, തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ഒരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ചെമ്മീൻ, ഞണ്ട്, ഇറച്ചി കൂടുതൽ ഇതുപോലെ ഫാറ്റ് കൂടുതലുള്ള ഫിഷുകൾ ഒഴിവാക്കേണ്ടതാണ്. ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഷാലോ ഫ്രൈ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ഷാലോ ഫ്രൈ ഉപയോഗിക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ, ഒരുപാട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന മീനൊക്കെ ഒഴിവാക്കാം. ഇപ്പോഴൊക്കെ ആണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കാം. 4 മണിക്കാണെങ്കിലും എണ്ണയിൽ വറുത്തത്, പരിച്ച്, സവാള, പഴംപൊരി, ചിപ്സ് ഐറ്റംസ് ഇതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതാണ്. നട്ട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. നട്ട്സിൽ കൊളസ്ട്രോൾ ഉണ്ട്, എന്നാലും ഒരു ദിവസം ഒരു 5 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ രാത്രിയിൽ ഒരു ഡിന്നർ നേരത്തെ ആക്കണം. ഡിന്നർ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവൽ കൂടും. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടി വരുന്നത് എന്താണെന്ന് അറിയാം? ഔട്ട്സൈഡ് ഫുഡ്, പുറമേ നിന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും കഴിക്കുന്നത്, എന്നിട്ട് അതേപടി വന്ന് കിടക്കും. നേരത്തെ ഫുഡാക്കുക. വീട്ടിൽ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ വളരെ റെയറായിട്ടുള്ളവർക്ക് മാത്രമേ കൊളസ്ട്രോൾ ഉള്ളൂ. അല്ലാത്തവർക്ക് ഈ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നവരിലാണ് കൂടുതൽ ഫാറ്റ് ലിവറും കൊളസ്ട്രോളും ഒക്കെ കണ്ടുവരുന്നത്. ഔട്ട്സൈഡ് ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഓക്കെ ആയി. അതുകൂടാതെ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ വന്നിട്ട് ഇരിക്കുക കിടക്കുകയൊന്നും ചെയ്യാതെ ഒരു 5 മിനിറ്റ് റൂമിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അതിനുശേഷം വന്നിരിക്കുക കിടക്കുകയൊക്കെ ചെയ്യാം. അതുകൂടാതെ തന്നെ എക്സസൈസ്, ഇപ്പോൾ ജിമ്മിൽ പോകേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിനൊന്നും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നടക്കുകയോ സ്കിപ്പിങ്ങോ ഡാൻസിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏത് തരത്തിലുള്ള ഒരു വർക്കൗട്ട് നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയുന്നതായിരിക്കും കേട്ടോ. അതിനും ചോദിക്കും കാർബ് യൂസ് ചെയ്യാവുന്നത്. കാർബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അളവ് കുറയ്ക്കുക. എന്തും കുക്ക് ചെയ്യുന്ന രീതിയാണ് പ്രധാനം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി.